നമസ്തേ രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആരൊക്കെയൊക്കെയാണ് കൃഷ്ണഭക്തി കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ആർക്കൊക്കെയാണ് കൃഷ്ണഭക്തി കിട്ടുമെന്ന് അറിയോ? 100 ജന്മങ്ങൾ തപസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ദേവീനെ പൂജിക്കാൻ പറ്റുന്നത്. 10 ജന്മം ദേവീനെ പൂജിക്കുമ്പോഴാണ് നമ്മൾക്ക് മഹാദേവനിലോട്ടുള്ള വഴി തെളിയുന്നത്. 5 ജന്മങ്ങൾ മഹാദേവനെ പൂജിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃഷ്ണഭക്തി കിട്ടുന്നത്. ഇത് ചിലപ്പോൾ വെറും ഒരു വിശ്വാസമായിരിക്കാം. പിന്നെ വേറൊരു വിശ്വാസമുണ്ട്, കൃഷ്ണഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മമില്ല എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവണില്ല എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾക്ക് നമ്മുടെ കണ്ണനെ കിട്ടുന്നത് എന്ന്. അങ്ങനെ എല്ലാവർക്കും കൃഷ്ണഭക്തി വരില്ല. വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണൻ തന്നെ വിചാരിക്കണം ആർക്കൊക്കെ കൃഷ്ണഭക്തി വേണം എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾക്കൊരു അർഹതയും ഇല്ല. നമ്മൾക്ക് കണ്ണനെ പ്രാർത്ഥിക്കണം, കണ്ണനെ വിശ്വസിക്കണം, കണ്ണിൻ്റെ ഭജനകൾ കേൾക്കണം, കണ്ണിൻ്റെ നാമങ്ങൾ ചൊല്ലണം എന്നൊന്നും ആഗ്രഹിക്കാനുള്ള ഒരു അർഹതയും നമ്മൾക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളാരാ, സാധാ ഒരു മനുഷ്യർ. അവർക്കൊക്കെ കണ്ണൻ്റെ ലീലകളും കണ്ണിൻ്റെ ഭജനകളും കണ്ണൻ്റെ ഓരോ കഥകളുമൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് കണ്ണൻ തന്നെ അനുവാദം തരണം. അല്ലെങ്കിൽ തന്നെ നോക്കിക്കോളൂ, ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, അവർക്കെല്ലാവർക്കും കൃഷ്ണഭക്തി ഉണ്ടോ? അവർക്കെല്ലാവർക്കും കണ്ണൻ്റെ ഭജനകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? കണ്ണനിൽ വിശ്വാസമുണ്ടോ? കണ്ണനിൽ എന്ന് മാത്രമല്ല, ഒരു ദൈവത്തിലും വിശ്വാസം ഇല്ലാത്തവരുമുണ്ട്. ഭജനകൾ കേൾക്കാനോ പാട്ടുകൾ കേൾക്കാനോ കഥകൾ കേൾക്കാനോ ഒന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മൾക്ക് നമ്മുടെ കണ്ണനിൽ ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കണ്ണൻ്റെ അനുഗ്രഹം തന്നെയല്ലേ ഉള്ളത്. പിന്നെ കൃഷ്ണഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ജന്മം ഉണ്ടാവില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ എങ്ങനെ ജന്മം ഉണ്ടാവാനാ? ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് തീർക്കണില്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും പറയണത് കൃഷ്ണഭക്തിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടങ്ങൾ കൂടുമെന്ന്. അതെന്തുകൊണ്ടാ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാ കർമ്മഫലങ്ങളും അനുഭവിച്ച് തീർത്തിട്ടേ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ. പക്ഷെ കൈ പിടിച്ച് നടത്തും, കൂടെ ഉണ്ടാവും എപ്പോഴും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിച്ച് തീർത്തിട്ട് തരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് തീർത്ത് നമ്മൾ ഇത്രയും പരിശുദ്ധമാക്കി ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ച് നമ്മളെ ഒരു വിധമാക്കിയിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് അനുഭവിക്കാൻ പിന്നെ വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ പിന്നെയും ജന്മം എടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? കർമ്മഫലങ്ങൾ അനുഭവിക്കാനല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടത്. അതുകൊണ്ടല്ലേ കൃഷ്ണൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളത്, എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്തോളൂ. അല്ലാണ്ട് ഒരു കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഇച്ഛിക്കരുത്. എല്ലാ കർമ്മങ്ങളും ചെയ്തോളൂ, പക്ഷെ അതിൽ കണ്ണിനിൽ അർപ്പിച്ചും ചെയ്യുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഫലങ്ങളൊന്നും നമ്മളെ ഏൽക്കില്ല. നമ്മൾ മോശമായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമല്ല, നല്ല കർമ്മങ്ങൾ ചെയ്താലും ചിലപ്പോൾ നമ്മൾക്ക് ജന്മം എടുക്കേണ്ടി വരും. കാരണം ഈ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ണനിൽ എല്ലാം അർപ്പിക്കുക. എല്ലാ ഫലങ്ങളും കണ്ണനെടുത്തോട്ടെ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല. പിന്നെ കൃഷ്ണൻ്റെ ഭക്തരായ എല്ലാവർക്കും അറിയാം, കണ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, കണ്ണനിൽ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ നല്ലോണം ബുദ്ധിമുട്ടിപ്പിക്കും. എല്ലാ രീതിയിലും നമ്മളെ അങ്ങോട്ട് പരിശുദ്ധമാക്കിയെടുക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മോശമായ ഒരു അവസ്ഥയിലോട്ട് വീണ്ടും പോകുകയില്ല. കാരണം എന്താ? നമ്മൾക്ക് തന്നെ അറിയാം എത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരവസ്ഥ വിട്ടിട്ട് ഒരു മോശമായ വീണ്ടും നമ്മളുടെ പഴകിയ വസ്ത്രം എടുത്തിടാൻ നമ്മൾക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. കാരണം അത്രയും നല്ലൊരു വസ്ത്രമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വസ്ത്രം ഉപേക്ഷിക്കാൻ, അത്രയും നല്ലൊരു വസ്ത്രം ഉപേക്ഷിക്കാൻ നമ്മൾക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. അതിന് നമ്മൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? അചഞ്ചലമായ ഭക്തിയാണ് വേണ്ടത്. ദൃഢമായ ഭക്തി. ഒരിക്കലും അതിൽ നിന്ന് മാറരുത്. എന്തും ഉണ്ടായിക്കോട്ടെ നമ്മളുടെ ജീവിതത്തിൽ കണ്ണൻ കൂടെ ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് കാണുന്ന മോശമായ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കണ്ണിനെ ഉപേക്ഷിക്കരുത്. കണ്ണിൻ്റെ ശക്തിയിൽ നമ്മൾ ഒരിക്കലും സംശയിക്കുമരുത്. ഇതെല്ലാം കണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു മായയാണ്. നമ്മളുടെ മുമ്പിൽ ഉള്ളതെല്ലാം ഒരു മായയാണ്.
ഇതൊക്കെ മായയാണ്, ഞാൻ ഇതൊക്കെ അനുഭവിക്കണം, ഇതെല്ലാതും എൻ്റെ കർമ്മഫലങ്ങളാണ് എന്ന് വിശ്വസിച്ചിട്ട് കണ്ണനെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഫലങ്ങളൊന്നും നമ്മൾ ഇച്ഛിക്കരുത്. ഇച്ഛിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായാലും നല്ലതായാലും നമ്മൾക്ക് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്കത് വേണ്ട. കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് വേണ്ട. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്താൽ പോലും നമ്മൾക്കതിൻ്റെ ഫലം വേണ്ട. നമ്മളതെല്ലാം കണ്ണനിലോട്ട് അർപ്പിച്ചിട്ട് കണ്ണനെ വിശ്വസിച്ച് കണ്ണനെ പ്രാർത്ഥിക്കുക. കൃഷ്ണഭക്തി എല്ലാവർക്കും കിട്ടാത്തതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും കണ്ണനെ കൊണ്ട് നടക്കാൻ പറ്റാത്തത് തന്നെയാണ് ആ കാരണം. എല്ലാവർക്കും പെട്ടെന്ന് അവരുടെ പ്രാർത്ഥന, അവരുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നാണ്. അപ്പോൾ അവർ അതിനായിട്ട് എളുപ്പ വഴികൾ തിരഞ്ഞു പോകും. പക്ഷേ നമ്മളുടെ ഈ ജന്മത്തിലുള്ള ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ ഈ ആത്മാവിന് വേണ്ട മോക്ഷവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താൽക്കാലിക സുഖമല്ല, പരമമായ സുഖം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെ ചെയ്യും. അല്ലാണ്ട് നമ്മളിങ്ങനെ അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ വേണോ, എൻ്റെ ആഗ്രഹം നടന്നില്ലല്ലോ, എൻ്റെ ആഗ്രഹം പെട്ടെന്ന് നടക്കാനുള്ള വഴികൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ആഗ്രഹം നടന്നില്ലേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നടക്കുമായിരിക്കും, ഇല്ലെങ്കിൽ നടന്നില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ. നമ്മളപ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ഇതിനേക്കാൾ നല്ലത് വേറെ എന്തോ വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കണ്ണനെ തന്നെ മുറുകെ പിടിച്ചോളൂ. നമ്മൾക്ക് ഈ ജന്മത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ആത്മാവിന് വേണ്ട ആവശ്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നശിക്കാനുള്ളതാണ്. പിന്നെ മുന്നോട്ട് പോകുന്നത് ആരാണ്? ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ്. അതാണ് മുന്നോട്ട് ഇനിയും പോകുന്നത്. എത്ര ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിലോട്ട് എത്തിയിട്ടുള്ളത്? മുൻജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മനുഷ്യജന്മം തന്നെ കിട്ടിയിട്ടുണ്ടാവുമോ? ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന ജന്മങ്ങളും അതെ. എന്ത് ജന്മമായിരിക്കും? കീടങ്ങളായിട്ട് ജനിക്കുമോ, മൃഗമായിട്ട് ജനിക്കുമോ, അത് മനുഷ്യനായിട്ട് നമ്മൾക്ക് ഇനി ജന്മം കിട്ടുമോ? ഒന്നും നമ്മൾക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കേണ്ടുള്ളൂ. കാരണം ഈ ശരീരം എത്ര കാലം ഉണ്ടെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഒരു ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മോശമായ കർമ്മങ്ങൾ ചെയ്തിട്ട്, മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, നമ്മൾ ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ ആത്മാവ് ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു അവസാനം ഉണ്ടാവില്ല. ഈ ജന്മത്തിൽ ഞാൻ മനുഷ്യനായി എന്നത് ശരി, ഈ സുഖങ്ങളൊക്കെ കിട്ടി എന്നത് ശരിയാണ്. പക്ഷേ ഇനി അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു കീടമായി ജനിച്ചെന്ന് വരാം, ഇല്ലെങ്കിൽ ഒരു മൃഗമായി ജനിച്ചെന്ന് വരാം, ഇല്ലെങ്കിൽ തെരുവ് നായയായിട്ടോ, തെരുവിൽ അല്ലെങ്കിൽ നടക്കുന്ന പൂച്ചയായിട്ടോ ഒക്കെ ജനിച്ചെന്ന് വരാം. ആ ഒരു അവസ്ഥ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ആ ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയൊരു ജന്മം വേണ്ട എന്ന് തീരുമാനിക്കുക. നമ്മൾ ഇനിയൊരു ജന്മം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആത്മാവിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്ന നമ്മുടെ ഈ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കരുത്. എന്ന് വെച്ച് നമ്മൾക്ക് ഇഷ്ടങ്ങൾ ഇല്ല, ആഗ്രഹങ്ങൾ ഇല്ല എന്നല്ല, അതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നേടിയെടുക്കാൻ നല്ല വഴി തന്നെ തിരഞ്ഞെടുക്കണം. അല്ലാണ്ട് മോശമായിട്ട് ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ടും നമ്മൾ പരദൂഷണം പറഞ്ഞിട്ടും, അതെല്ലാം നമ്മളുടെ ഈ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങളാണ്. ബാക്കിയുള്ളവരെ പറ്റി കുറ്റങ്ങൾ പറയുമ്പോഴോ പരദൂഷണം പറയുമ്പോഴോ നമ്മൾക്ക് കുറച്ച് നേരത്തെ ഒരു സന്തോഷമല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പാപകർമ്മങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത്. ഇതെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി കിടക്കുകയാണ്, ഇത്രയും പാപം ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അനുഭവിച്ച് തീർക്കാൻ ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരില്ലേ? അത്രയും മോശമായ അവസ്ഥയിലോട്ട് നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരമല്ല, എൻ്റെ ആത്മാവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പരിശുദ്ധമാക്കി വെക്കേണ്ടത് നമ്മുടെ ആത്മാവിനെയാണ്. ആ ആത്മാവിനെ പരിശുദ്ധമാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കണം, ദൈവഭക്തി ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവും പരിശുദ്ധമായിരിക്കും.
നല്ലത് ചെയ്യുക, നല്ലത് പറയുക, നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കി വയ്ക്കുക. അങ്ങനെ ശുദ്ധമാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇനി ജന്മം എടുക്കില്ല. അല്ലെങ്കിൽ ഇനി എടുക്കേണ്ടി വന്നാൽ തന്നെ അത് ഒരു നല്ലൊരു ജന്മമായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് കൃഷ്ണഭക്തി മുറുകെ പിടിക്കുക. കുറച്ച് നേരത്തേക്ക് നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണ് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണിനും ആഗ്രഹമില്ല നമ്മൾ ഇനിയും ജന്മം എടുക്കണം എന്നുള്ളത്. കണ്ണിൻ്റെ ആഗ്രഹം നമ്മൾ കണ്ണിൻ്റെ അടുത്തോട്ട് വരണമെന്നാണ്. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് കണ്ണനറിയാം. ചിലപ്പോൾ അത് സാധിച്ചു തരും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതായിരിക്കും സാധിച്ചു തരുന്നുണ്ടാവുക. പക്ഷെ അതിനെല്ലാം സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ എൻ്റെ ആവശ്യം നടന്നില്ലല്ലോ എന്നോർത്തിട്ട് കണ്ണനെ ഉപേക്ഷിക്കരുത്. കണ്ണൻ ചെയ്യുന്നത് എന്തും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മുടെ സ്വന്തം അച്ഛനമ്മയും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാര്യം ഓർത്ത് നോക്കൂ. യുഗങ്ങളായിട്ട് നമ്മുടെ അച്ഛനാണ് നമ്മുടെ കണ്ണൻ, നമ്മുടെ അമ്മയാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ നമ്മുടെ കണ്ണനെ നമ്മളെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാനല്ലേ, കണ്ണിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനല്ലേ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അനുഭവിച്ച് തീർക്കുന്നതൊക്കെ നമ്മുടെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. അത് നമ്മൾ കണ്ണനെ പ്രാർത്ഥിച്ച് നമ്മൾ അനുഭവിച്ച് തീർക്കുക. കണ്ണൻ വിചാരിച്ച ആ ശിക്ഷകളുടെ അളവൊക്കെ കുറച്ച് തരാൻ പറ്റും. അതെല്ലാം കണ്ണൻ ചെയ്യും. പക്ഷെ നമ്മുടെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കണ്ണിനെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ ഇനി എത്ര ജന്മങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരുമെന്ന് നമ്മൾക്ക് പോലും അറിയില്ല. ഇപ്പോൾ ഭക്തമീരൻ്റെ കഥ തന്നെ കേട്ടിട്ടില്ലേ? ഭക്തമീര മുൻജന്മത്തിൽ മാധവി എന്നൊരു ഗോപികയായിരുന്നു. കണ്ണൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു മാധവിനെ വിവാഹം ചെയ്തത്. അപ്പോൾ മാധവിൻ്റെ അമ്മ മാധവിയോട് പറഞ്ഞു, നീ വൃന്ദാവനത്തിൽ പോകുമ്പോൾ സൂക്ഷിക്കണം. അവിടെ കൃഷ്ണൻ എന്ന പേരുള്ള ഒരു മായാജാലക്കാരുണ്ട്. അവൻ്റെ മുരളിഗാനം കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഗോപികമാരും അവൻ്റെ അടുത്തോട്ട് വരും. അവൻ എല്ലാവരെയും ആകർഷിക്കാൻ ഭയങ്കര മിടുക്കനാണ്. പക്ഷെ നീ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യരുത്. ചിലപ്പോൾ നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്കും അവനോടൊരു ആകർഷണം തോന്നും. അതുകൊണ്ട് നീ ഒരിക്കലും അവനെ നോക്കുക പോലും ചെയ്യരുത്. അവൻ്റെ മായയിൽ ഒരിക്കലും നീ പെടരുത് എന്നൊക്കെ പറയും. ഇങ്ങനത്തെ ഒരു ഉപദേശം കൊടുത്തിട്ടാണ് മാധവിൻ്റെ അമ്മ മാധവിനെ ഭർത്തൃ വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ മാധവി ഇങ്ങനെ പല്ലക്കിൽ ഇങ്ങനെ വരികയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കണ്ണൻ വരുന്നത്. കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ കണ്ണൻ പല്ലക്ക് തടഞ്ഞു നിർത്തിയിട്ട് പറയും, ആഹാ വധുവിനെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയും. പക്ഷെ മാധവിയാണെങ്കിൽ തൻ്റെ സാരി കൊണ്ട് മുഖമൊക്കെ മറച്ചു പിടിക്കും. കണ്ണനെ നോക്കില്ല. അമ്മ പറഞ്ഞ ഉപദേശം കേട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ണനാണെങ്കിൽ കുറേ ചോദിച്ചു നോക്കും മാധവിയോട്, ഞാനൊന്ന് കാണട്ടെ നിന്നെ, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യനൊന്ന് കാണട്ടെ. എവിടെ മാധവി നോക്കുക പോലും ചെയ്യില്ല. അപ്പോൾ കണ്ണൻ പറയും, ശരി, ഇനി നിനക്ക് എന്നെ കാണണ്ടെങ്കിൽ ഇനി ഒരിക്കലും എനിക്കും നിന്നെ കാണണ്ട എന്ന് പറയും. ഇനി ഒരിക്കലും നീ എന്നെ കാണില്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് പോകും. മാധവി ആണെങ്കിൽ വൃന്ദാവനത്തിൽ നിൽക്കുമ്പോൾ കണ്ണൻ്റെ കുറേ കഥകളും കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കേൾക്കും. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ മാധവിൻ്റെ ഭർത്താവിൻ്റെ അമ്മ വരെ പറയും കണ്ണൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ. കാരണം അവർക്കെല്ലാവർക്കും കണ്ണൻ പ്രിയപ്പെട്ടവനെ തന്നെയാണല്ലോ. അവർക്കൊന്നും ഒരിക്കലും കണ്ണൻ മായാജാലക്കാരനാണ് എന്നൊന്നുമില്ല. അവർക്കെല്ലാവർക്കും കണ്ണൻ പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ മാധവി ഒരിക്കൽ കണ്ണനെ കാണും. അതെപ്പോഴെന്നറിയോ? ഗോവർദ്ധന പർവ്വതം കണ്ണൻ ഉയർത്തിയ സമയത്ത്. എല്ലാ ഗോപികമാരും ഗോപന്മാരും ഒക്കെ ആ പർവ്വതത്തിൻ്റെ അടിയിലോട്ട് വരുമല്ലോ. ആ സമയത്താണ് മാധവി കണ്ണൻ്റെ മുഖം കാണുന്നത്. പക്ഷേ ഒരു നോട്ടം കാണുള്ളൂ, പിന്നെ കാണില്ല. കാരണം കാണണ്ട എന്ന് കണ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി നിനക്ക് എന്നെ കാണണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റില്ല. മാധവി കുറേ നോക്കും, പക്ഷെ കാണാൻ പറ്റുന്നില്ല. കണ്ണിൻ്റെ മുഖം മാധവിക്ക് തെളിയുന്നില്ല കണ്ണിൽ. അങ്ങനെ പിന്നെ മാധവി ആണെങ്കിൽ കണ്ണനെ കാണാൻ വേണ്ടി കുതിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ മാധവി എപ്പോഴൊക്കെ കണ്ണനെ കാണാൻ ശ്രമിക്കുന്നോ അപ്പോൾ ഒന്നും കണ്ണനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ കണ്ണൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കണ്ണ് അവിടെ ഉണ്ടാവില്ല. കണ്ണൻ പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കണ്ണുണ്ടാവില്ല. മാധവിക്ക് ഒരിക്കലും കണ്ണനെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ണൻ മധുരയ്ക്ക് പോകും. മധുരയ്ക്ക് പോകുമ്പോഴും അതെ, മാധവി എത്തുമ്പോഴത്തേനും കണ്ണൻ അവിടെ നിന്ന് മധുരയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ മാധവി ഭയങ്കര വിഷമത്തിലായി. കണ്ണനൊന്ന് കാണാൻ വേണ്ടി കൊതിക്കാൻ തുടങ്ങി. അങ്ങനെ 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 കുറേ കാലത്തിന് ശേഷം ദ്വാരകയിലോട്ട് മാധവി വരും കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ്വാരകയിലും കണ്ണനില്ല. കണ്ണൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മാധവി കരഞ്ഞ് 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 കണ്ണനെ പ്രാർത്ഥിക്കും. അപ്പോഴാണ് ഒരു അശരീരി വാക്യം കേൾക്കുന്നത്. കണ്ണൻ അപ്പോൾ പറയും, ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കിട്ടില്ല. കാരണം നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇനി അത് നടക്കില്ല. പക്ഷേ അടുത്ത ജന്മത്തിൽ നിനക്ക് എന്നെ ലഭിക്കുമെന്ന് പറയും. അപ്പോൾ മാധവിക്കാണെങ്കിൽ കണ്ണനെ എത്രയും പെട്ടെന്ന് കിട്ടണം. അങ്ങനെ മാധവി സ്വന്തം ദേഹം ത്യാഗം ചെയ്ത് അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ കലിയുഗത്തിൽ മാധവി ഭക്തമീരയായിട്ട് ജനിക്കുന്നത്. മീരയാണെങ്കിലോ ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഒരു സാധനത്തിനോടും മീരയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് കിട്ടിയാലും, എത്ര വിലപിടിപ്പുള്ള സാധനം കിട്ടിയാലും മീരയ്ക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മീര ഒരിക്കൽ ഒരു കല്യാണ ഘോഷയാത്ര പോകുന്ന കാണുമ്പോൾ അമ്മയോട് ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ ഭക്തിമീരൻ്റെ അമ്മ പറയും അത് കല്യാണം കഴിഞ്ഞിട്ട് വധുവരന്മാർ പോകുന്നതാണെന്ന് പറയും. അപ്പോൾ ഭക്തിമീര ചോദിക്കും അപ്പോൾ എൻ്റെ വരൻ ആരാന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും നിൻ്റെ വരനാണല്ലോ ആ കൃഷ്ണൻ എന്ന് പറയും. അമ്മ ഉദ്ദേശിച്ച തമാശ രീതിയിലാണ്, പക്ഷേ മീരയ്ക്ക് അത് സന്തോഷമായി. അങ്ങനെയാണ് മീര കണ്ണൻ്റെ പാട്ടുകളും കഥകളൊക്കെ ഇങ്ങനെ പാടി പാടി നടക്കാൻ തുടങ്ങി. മീരയ്ക്കാണെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സന്യാസി ഒരിക്കൽ ആ കൊട്ടാരത്തിൽ വന്നപ്പോഴാണ് ആ സന്യാസിൻ്റെ കയ്യിലുള്ള വിഗ്രഹം കണ്ടിട്ട് മീരയ്ക്ക് അതിനോട് താല്പര്യം തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിശയമായിരുന്നു. മീരയ്ക്ക് ഇതുവരെയിട്ട് ഒരു സാധനത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ കണ്ണൻ്റെ വിഗ്രഹത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ആ വിഗ്രഹം ആ സന്യാസി ഭക്തിമീരയ്ക്ക് കൊടുക്കും. ആ വിഗ്രഹം പൂജിച്ചിട്ടും ആ വിഗ്രഹത്തിനെ അലങ്കരിച്ചിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെയായിരുന്നു മീര ജീവിച്ചത്. അങ്ങനെ കല്യാണപ്രായമൊക്കെ ആയപ്പോൾ ഭക്തിമീരനെ വിവാഹം ചെയ്യാൻ വന്നതും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഭോജരാജ് സിംഗ് ആയിരുന്നു ഭക്തിമീരനെ വിവാഹം ചെയ്യാൻ വന്നത്. അങ്ങനെ ഭോജരാജനാണെങ്കിൽ ഭക്തിമീരനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര കൃഷ്ണഭക്തിയാണെന്ന്. അങ്ങനെ ഭക്തിമീര കുറേ എതിർത്ത് നോക്കി ആ വിവാഹം നടക്കാണ്ടിരിക്കാൻ. പക്ഷേ രാജകുടുംബത്തിന് പേരുദോഷം ഉണ്ടാവില്ലേ ഭക്തിമീര കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത്രയും വലിയ വേറെ രാജകുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വരുമ്പോൾ അത് തള്ളിക്കളയാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്തിമീരൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറേ നിർബന്ധിക്കും. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം ഭക്തിമീരയ്ക്ക് സമ്മതിക്കേണ്ടി വരും വിവാഹത്തിന്. അങ്ങനെ ഭോജരാജ് സിംഗുമായിട്ടുള്ള വിവാഹം ഭക്തിമീരൻ്റെ കഴിയും. പക്ഷെ ഭോജരാജന് അറിയായിരുന്നു ഭക്തമീര എന്ന് പറയുന്നത് കൃഷ്ണനെ പതിയായിട്ട് കണ്ടിട്ടുള്ള ആളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭോജരാജ് ഭക്തമീരനെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത്. ഒരു വലിയൊരു കൃഷ്ണഭക്ത, കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ത എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭോജരാജും ഭക്തമീരനെ കണ്ടത്. അവിടെ ഭോജരാജിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അതെ ഭക്തമീരയ്ക്ക് പ്രത്യേകം കണ്ണനെ സേവിക്കാനും കണ്ണനെ പൂജിക്കാനൊക്കെ ഒരു മുറി ഉണ്ടായിരുന്നു. പക്ഷെ ഭോജരാജൻ്റെ ബാക്കിയുള്ള കുടുംബക്കാർക്കൊന്നും അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭക്തിമീരയ്ക്കുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഭജന കേട്ട അപ്പം നൃത്തം ചെയ്യും. ഇതൊന്നും രാജകുടുംബത്തിന് ചേർന്നതല്ലായിരുന്നു. പക്ഷേ ഭോജരാജിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം ഭോജരാജിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഭക്തിമീരയുടെ ഭക്തി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭോജരാജ് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്നുണ്ടായ മുറിവുകൾ കാരണം കൊണ്ട് ഭോജരാജ് മരണപ്പെടുകയും ചെയ്യും. അതിനുശേഷം ഭക്തിമീരൻ്റെ ജീവിതം എന്ന് പറയുന്നത് നരകമായിരുന്നു. പിന്നത്തെ അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഭോജരാജിൻ്റെ ഏട്ടനായിരുന്നു. അവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിമീരനെ ഉപദ്രവിക്കലായിരുന്നു. വിഷം കൊടുത്തു ഭക്തമീര മരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കൊക്കെ ഭക്തമീരൻ്റെ ഈ ഭക്തി, അമിത ഭക്തി കണ്ടിട്ട് അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു രാജകുടുംബത്തിലെ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ആ അടുക്കും ചിട്ടയോടുകൂടി നടക്കണം എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഭക്തമീരയാണെങ്കിൽ ഏത് സന്യാസിമാരെ കണ്ടാലും അവരെ പോയി പൂജിക്കും, അവരെ കൂടെ ഭജന പാടും, അവരെ കൂടെ നൃത്തം ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊന്നും ഇവർക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭക്തിമീരനെ കൊല്ലാൻ കുറേ മാർഗങ്ങൾ നോക്കി, വിഷം കൊടുത്ത് നോക്കി.
പക്ഷെ ഭക്തമീരയ്ക്ക് ആ വിഷം ഏറ്റില്ല. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാൻ നോക്കി, പക്ഷെ അതും ഭക്തമീരയ്ക്ക് ഏറ്റില്ല. അങ്ങനെ കുറേ ഉപദ്രവിച്ച് നോക്കി, അതൊന്നും നടക്കണില്ല ഭക്തമീരൻ്റെ അടുത്ത്. അവസാനം ഭക്തമീര ആ കൊട്ടാരം വിട്ട് ഇറങ്ങും, അവിടുന്ന് വൃന്ദാവനത്തിലോട്ട് വരും. അങ്ങനെ വൃന്ദാവനത്തിൽ കുറേ ഭജനകളും പാട്ടുകളൊക്കെ ആയിട്ട് ഭക്തമീര കഴിഞ്ഞു കൂടും. കുറേ സന്യാസിമാരെ കാണും, അവരുടെ കൂടെ ഭജന ചൊല്ലും. അങ്ങനെ കുറേ ഈ ലോകത്ത് ഈ കലിയുഗത്തിൽ ഭക്തി കുറഞ്ഞ സമയത്ത് ഭക്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഭക്തമീരൻ്റെ ജനനം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഭക്തി ഇങ്ങനെ പകർന്നു കൊടുക്കും. ഭജനകളിലൂടെയൊക്കെ ആൾക്കാരിലോട്ട് മനസ്സിലോട്ട് ഭക്തി ഇങ്ങനെ പകർന്നു കൊടുക്കുന്നതായിരുന്നു ഭക്തമീരൻ്റെ ജോലി എന്ന് പറയണത്. അങ്ങനെ ഭക്തമീര വൃന്ദാവനത്തിൽ കുറേ കാലം കഴിഞ്ഞുകൂടി അവസാനം ദ്വാരകയിലോട്ട് വരും. ഭക്തമീരയ്ക്ക് കണ്ണനെ കാണാൻ പറ്റുമായിരുന്നു. ഇടയ്ക്കൊക്കെ കണ്ണൻ ഭക്തമീരൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു. എപ്പോഴൊക്കെ കണ്ണനെ കാണുന്നു അപ്പൊക്കെ ഭക്തമീര പറയും, എന്നെ കൂടിയും കൊണ്ടുപോകും എൻ്റെ കൃഷ്ണ എന്ന്. പക്ഷെ കണ്ണൻ പറയും, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഭക്തമീര നല്ല പ്രായമൊക്കെ ആയി. അങ്ങനെ ദ്വാരകയിലോട്ട് പോകും. ദ്വാരകയിലോട്ട് പോയിട്ട് അവിടെയും ഇതുപോലെ ഭക്തിയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കും. ആ സമയത്താണ് ഭക്തമീരൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നത് ഭക്തമീരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഭക്തമീര പറയും, ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവരൊക്കെ നിർബന്ധിക്കും ഭക്തമീരോട് വീട്ടിലോട്ട് തിരിച്ച് കൊട്ടാരത്തിലോട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഭക്തമീരയ്ക്ക് തോന്നും, ഇനി എനിക്ക് എൻ്റെ ഗിരിധരൻ്റെ അടുത്തോട്ട് പോകാനുള്ള സമയമായി എന്ന് പറയും. ഗിരിധർ എന്ന് പറയുന്നത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയ ആള്, അത് നമ്മുടെ കണ്ണൻ ഗിരിധർ. അങ്ങനെ ഗിരിധരൻ്റെ അടുത്തോട്ട് പോകാനുള്ള സമയമായി എന്ന് വിചാരിച്ചിട്ട് ഭക്തമീര പറയും, ഞാനിപ്പോൾ വരാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിലോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ വാതിലുകളൊക്കെ തന്നെ അടയും, ഭക്തമീര അതിൻ്റെ ഉള്ളിലുമാവും. പിന്നെ അങ്ങനെ ഭക്തമീര സ്വന്തം ശരീരത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കണ്ണൻ്റെ അടുത്തോട്ട് പോകും. ശരീരത്തോട് കൂടിയിട്ട് പോയിട്ടുള്ള വേറെ പലരുണ്ട്. പൂന്താനുണ്ട്, കുരൂരമുണ്ട്. അപ്പോൾ ഈ ഭക്തമീരൻ്റെ ഒരു ഭാഗ്യം നോക്കി നോക്കൂ, ആ ശരീരത്തോട് കൂടിയിട്ട് എന്നെ കണ്ണൻ കൊണ്ടുപോയത്. പക്ഷെ എത്ര ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. ദ്വാപരയുഗം കഴിഞ്ഞിട്ട് ഏകദേശം 4000 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഭക്തമീര ഇപ്പം ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കാലം ഭക്തമീരയ്ക്ക് ഒരു ജന്മം കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾക്കാണ് അത് 4000 ചില്ലറ വർഷം എന്നൊക്കെ പറയണത്. ആത്മാക്കൾക്ക് അത് തുച്ഛമായ സമയമാണ്. ഈ സമയത്തായിരുന്നു ഭക്തമീര ജനിക്കേണ്ടിയിരുന്നത്. കാരണം കലിയുഗത്തിൽ ഭക്തിയൊക്കെ കുറഞ്ഞു വന്ന സമയത്തായിരുന്നു ഭക്തമീര എന്ന് പറഞ്ഞ ഒരു കൃഷ്ണഭക്തിക്ക് ജനിക്കേണ്ടിയിരുന്നത്, ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കൂ, ഒരിക്കൽ കണ്ണനെ കാണണ്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് എത്രേ കാലം കാത്തിരിക്കേണ്ടി വന്നു കണ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു കണ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരിക്കൽ കണ്ണനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി കണ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെ കണ്ണനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഈ ആത്മാവിനെ നമ്മൾ പരിശുദ്ധമാക്കി വയ്ക്കുക. നമ്മളുടെ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കരുത്. നമ്മുടെ ഈ ആത്മാവിന് വേണ്ട, ആത്മാവ് പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്യരുത്. ആവശ്യങ്ങളില്ല, ഇഷ്ടങ്ങളില്ല, എല്ലാം ത്യജിക്കണം എന്നല്ല. എല്ലാം വേണം, പക്ഷെ എല്ലാം നല്ല വഴിയിലൂടെ നേടണം. കണ്ണിനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതെല്ലാം നേടാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മളുടെ വഴിയിലോട്ട് വരികയും ചെയ്യും, നമ്മളുടെ ആത്മാവ് പരിശുദ്ധമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഗോപിമാർക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.